ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നു കേട്ടോ. ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. എപ്പോഴും വീട്ടിലിരിപ്പല്ലേ, ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമില്ലാത്തത്. ലഗേജൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരാഴ്ചത്തേക്കാണ്. അല്ല കേട്ടോ, ഒരു ദിവസത്തേക്ക് വേണ്ടി പോകുന്നതാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് പോയിട്ട് നാളെ വരുന്നു. പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ എപ്പോഴും എനിക്ക് ലഗേജ് കൂടുതലായിരിക്കേ. ഒന്നാമത് ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് എവിടെ പോകുമ്പോൾ സ്വെറ്റർ അടക്കം എടുക്കണമല്ലോ. പകുതി വഴി എത്തിയപ്പോൾ കുട്ടനും നമ്മളെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. ഇത്തവണ കുച്ചു ഇല്ല കേട്ടോ. കുച്ചുവിന് ക്ലാസ് ഉള്ളത് കൊണ്ട് അവൾ നാളെ എത്തിപ്പെടൂളേ. അങ്ങനെ ഉമ്മ കൊടുക്കലും ഉമ്മ മേടിക്കലും ഒക്കെ തകൃതിയായി നടന്നുകൊണ്ട് ഞങ്ങളെ വണ്ടി നേരെ വിട്ടു കേട്ടോ കാട്ടിക്കുളത്തേക്ക്. സ്നേഹപ്രകടനം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഒരു മാസത്തേക്കാണ് പോകുന്നതെന്ന്. കാട്ടിക്കുളം എത്തിയപ്പോൾ നമ്മളെ യാത്ര ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ബസ്സിലോട്ടായി കേട്ടോ യാത്ര. എവിടെ പോയാലും ഫ്രണ്ട് സീറ്റ് മുഖ്യമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തെറ്റോട്ടൊക്കെ പാസ് ചെയ്ത് നമ്മുടെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര തുടർന്നു കേട്ടോ. ഫ്രണ്ട് സീറ്റിലിരിക്കുന്നതിന് വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. കാട്ടിലൂടെയല്ലേ പോകുന്ന, വല്ല മൃഗങ്ങളെയൊക്കെ കണ്ടാലോ, ആന മാന് അങ്ങനെയൊക്കെ കാണാറുണ്ട് കേട്ടോ മിക്ക സമയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ. ഇച്ചുമോ നമ്മളെ സ്വന്തം വണ്ടി പോകുന്ന പോലെ കിടന്നൊക്കെ കേട്ടോ യാത്ര ചെയ്യുന്നത്. ആദ്യം കുറച്ച് നേരം കിടന്നു, പിന്നെ അവിടുത്തെ ഡ്രൈവർമാരോടും കണ്ടക്ടർമാരോടൊക്കെ കത്തിയിടിക്കലായിട്ടോ. വർത്താനത്തിൽ പിന്നെ അവനെ തോപ്പിക്കാൻ പറ്റില്ല. വർത്താനം പറയാൻ തുടങ്ങിയ പിന്നെ കക്ഷി നോൺ സ്റ്റോപ്പാണേ. കമ്പനിയായി വരാൻ ഇച്ചിരി സമയം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ കഥ പറച്ചിലൊക്കെ ആയി സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് എത്തിയ പോലെ ഫീൽ ചെയ്തേ. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി നടക്കണം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞങ്ങൾക്ക് വീടിന് മുമ്പ് കൂടെയുള്ള ബസ് കിട്ടിയില്ല, അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ നടക്കും കേട്ടോ. ഈ വർത്താനം പറച്ചിൽ എന്താണെന്ന് വെച്ചാൽ അവളെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിനുള്ള തെറ്റുകളൊക്കെ പറഞ്ഞു തരികയാണ്. പിന്നെ നമ്മൾ തെറ്റാരെയും പറഞ്ഞു തന്നാൽ നമ്മളത് സ്വീകരിക്കണമല്ലോ. അതുകൊണ്ട് ഞാനത് ഒരു നല്ല മനസ്സോടുകൂടി അങ്ങ് സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റുന്നല്ലേ നമ്മൾ ശരി പഠിക്കുള്ളൂ. ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മളവിടെ എത്തിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വഴി അറിയാത്ത പോലെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കറക്റ്റ് അറിയാം നേരെയാണ് പോകേണ്ടതെന്ന്. ഇപ്പം പിന്നെ ആദ്യമൊക്കെ വണ്ടികളൊക്കെ കുറവായതുകൊണ്ട് നമുക്ക് നടന്ന് ഭയങ്കര ലാവശ്യത്തിൽ നടക്കാം. ഇപ്പം പിന്നെ നെട്രപ്പാല ഫേമസ് ആയതോടുകൂടി ഇതിലെ നമുക്ക് ഭയങ്കര വണ്ടികളാട്ടോ, ഭയങ്കര തിരക്കുമാണ്. നമ്മളെ പ്രൈവസിയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി ഗൈസ്. പക്ഷെ വികസനം നാടിന് നല്ലതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ പ്രൈവസി നഷ്ടപ്പെട്ടതിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ്. എവിടെ പോയാലും നമ്മളെ കൂടെ 2 ഡാൻസേഴ്സ് ഉണ്ടാവും, കുട്ടനും കിച്ചു. മേമ റോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങളെ കാത്ത്. ഡാൻസേഴ്സ് ആ പട്ടീനെ കണ്ടപ്പോൾ ഒന്ന് സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മേമ വന്ന് തുമ്പിമോളെയൊക്കെ എടുത്തു. ആദ്യമായിട്ട് നല്ല ഉറക്കത്തിലായിരുന്നേ. ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഇന്ന് മേമ ജോലിക്കും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും ഒരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഞങ്ങളതും കരുതിക്കൂട്ടി ഇറങ്ങിയതാണ്. അങ്ങനെ വീടെത്തി ചായയൊക്കെ കുടിച്ചു. മേമ ഇത് മുറ്റത്ത് കൊണ്ടാട്ടം ഉണങ്ങാൻ വേണ്ടി ഇട്ടതാണേ. കുറച്ച് നേരത്തെ വിശ്രമത്തിനൊക്കെ ശേഷം പുഴയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം വേനലൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് വെള്ളമൊക്കെ വളരെ കുറവാട്ടോ, പാറകളൊക്കെ കണ്ടു തുടങ്ങിയേ. പക്ഷെ നമ്മളെ നെട്രപ്പാലങ്ങ് ഫേമസ് ആയതോടുകൂടി ആൾക്കാർ കൂടി, കച്ചവടക്കാർ കൂടി, വാഹനങ്ങൾ കൂടി, ഫുൾ ഓൺ തിരക്കാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കുളിക്കാനും ഇതാക്കാനൊക്കെ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷെ അങ്ങനെ പറ്റില്ല. ആ ദിക്കിലും ആൾക്കാരാണ്, ഈ ദിക്കിലും ആൾക്കാരാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളാണ് ഗൈസ്. നല്ല വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും വെള്ളം നല്ല തണുപ്പാണ് ഗൈസ്, ഒന്നും പറയാനില്ല കേട്ടോ. ഐസ് വെള്ളം പോലെ. കിച്ചൂട്ടനെങ്കിൽ എങ്ങനെ ഇറങ്ങുന്നു എന്ന് എനിക്കറിയാൻ പറ്റാതെ. അതൂട്ടൻ ആദ്യം ഒന്ന് ഇറങ്ങി നോക്കി. കക്ഷിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാണ്ട് എൻ്റെ മടിയിൽ തന്നെ കയറിയിരുന്ന്. പിന്നെ കരയിൽ നിന്നുള്ള കളിയാണ്. ചേട്ടന്മാരെന്തേലും ചെയ്താൽ അതുപോലെ അവനും ചെയ്യണമല്ലോ. അതുകൊണ്ട് അവർ ചെയ്യുന്ന പോലെ കല്ലൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വരുന്നത് തന്നെ പുഴയിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളവിടെ പുഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പുഴയിൽ കളിക്കലാണ്. കുട്ടൻ മീനൊക്കെ പിടിച്ചിട്ട് കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഞങ്ങളെ പ്ലാനിങ് പറ്റെ തെറ്റിപ്പോയിട്ടോ. തണുപ്പും വല്ലാതെ ചതിച്ചു, ആൾക്കാരും നിറച്ചുണ്ടായിരുന്നേ. എന്നാലും കിച്ചുമോൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ കുളിച്ചൊന്നുമില്ല, വെള്ളത്തിൽ കൂടെ കളിച്ചോളേ. തുമ്പിമോള് ഇറങ്ങി അയ്യോ എന്നെ ഇറക്കല്ലേ, എൻ്റെ കാല് പറ്റില്ലേ എന്നുള്ള വീട്ടിലെ കശി തണുത്തിട്ട് കാലൊക്കെ പൊക്കി പിടിക്കുക കേട്ടോ. പാവുണ്ട്. കിച്ചൂട്ടിൻ്റെ ഇപ്പോഴത്തെ ഹോബി കുറേ വെറൈറ്റി തരത്തിലുള്ള കല്ലുകളൊക്കെ കളക്ട് ചെയ്തിട്ട് കുട്ടനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേമ എൻ്റെ കൂടെ അലക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കാടിനെയൊക്കെ തീറ്റാൻ വേണ്ടി കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുഴയിൽ അംഗമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ചേട്ടനും അനിയത്തി ഒരേ പാതയില്ല കേട്ടോ. അതൂട്ടനും വേണ്ട, തുമ്പിമൂക്കും വേണ്ട. എന്തോ കുട്ടനോട് ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. അതൂട്ടൻ അവൻ്റെ തോളത്തൊന്നും എണീക്കുന്നില്ല, അവൻ്റെ കൂടെയാണ് മൊത്തത്തിലുള്ള കളി. ഇവിടെ പൂച്ചകളുടെ ശല്യം വളരെ കൂടുതലായതുകൊണ്ട് കിച്ചൂട്ടൻ ഒരു വടിയെടുത്ത് അതിനെയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുക. അവനും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ, അതുകൊണ്ട് അവനെ ഞങ്ങൾ
തിരുത്താനൊന്നും നിന്നില്ല, കളിച്ചോട്ടേ എന്ന് വിചാരിച്ചു. ഡാൻസ് പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഹോം തിയേറ്ററിൽ, അതിലെ ഡാൻസ് കളിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന പോലെ തന്നെ കിച്ചും ചെയ്തോളും. തുമ്പിമോളുടെ ഇഷ്ടപ്പെട്ട വിനോദമാണ് ഈ പറന്ന് കളി. പേരുപോലെ തന്നെ തുമ്പീനെ പോലെ പറന്ന് കിടക്കാൻ കശിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ 2ാം ഘട്ടം പുഴയിൽ പോയി ഒന്ന് അലക്കി തലയൊക്കെ കഴുകിയിട്ട് കയറി വന്നിട്ടുണ്ട്. കുളി വീട്ടുന്നായിരുന്നേ. അങ്ങനെ ഈ ഒരുങ്ങി പോകുന്നത് നമ്മൾ തറവാട്ടിലോട്ടൊന്ന് പോകുമായിരുന്നേ. കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സന്ധ്യ ആവുന്നതിന് മുമ്പ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ മക്കളെല്ലാം ഉറങ്ങി. പിന്നെ ഉറങ്ങിയവരെ എടുത്ത് യാത്ര തുറന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മായക്കുട്ടൻ പണ്ടത്തെ ന്യൂസ് ഫീലിനോട്ട് ഈ പൊട്ടിക്കുന്ന കായ് എടുത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്നും പൊട്ടുന്നുണ്ടായിരുന്നില്ല, ചിലതൊക്കെ പൊട്ടിട്ടോ. ഞാൻ പിന്നെ പറിച്ചു കൊടുത്തു. അറഞ്ചങ്ങ് പൊട്ടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഈ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂര്യകാന്തി തോട്ടമാണ്. നമ്മളെ ഗുണ്ടൽപേട്ടുള്ള പോലെ അത്ര വലിയ ചെടിക്ക് അത്ര വലിയ പൊക്കമൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ ചെടികളാണ്, പക്ഷെ പൂക്കളുണ്ട് കേട്ടോ അത്യാവശ്യം. അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ വീട്ടിലെത്തി. സന്ധ്യാസമയമായിട്ടോ, വിളക്കൊക്കെ വെക്കുന്ന സമയമായിരുന്നേ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ചായ കുടിച്ച് തിരിച്ച് നേരെ ഇറങ്ങി വീണ്ടും നമ്മളെ പഴയ വീട്ടിലെത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. തണുപ്പുള്ളതുകൊണ്ട് ഞാൻ സെറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനുള്ള അംഗപ്പുറപ്പാടാണ്. അങ്ങനെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. ചോറ് വന്നു, ചിക്കൻ വന്നു, ഓരോരോ ഐറ്റംസ് 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതിനെ അങ്ങ് അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും പയ്യെ ബെഡിലോട്ട് കയറാൻ തുടങ്ങി കേട്ടോ. ഇത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ടുള്ള വീഡിയോ ആണ്. കിച്ചുവിൻ്റെയൊക്കെ സ്കൂളിൽ ആനുവൽ ഡേക്ക് കളിക്കുന്ന ഡാൻസിൻ്റെ വീഡിയോസ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ പല്ലൊക്കെ തെക്കാന്ന് വിചാരിച്ച് ബ്രഷൊക്കെ എടുത്ത് എല്ലാവരും പുഴയിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. രാവിലത്തെ കൊടും തണുപ്പൊക്കെ ആണെങ്കിലും ഒരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നേ. എല്ലാവരുടെ കയ്യിലും ബ്രഷ് ഉണ്ട്. എല്ലാവരും ആ ദിക്കിൽ ഈ ദിക്കിലൊക്കെ നിന്ന് പല്ല് കേൾക്കലാണ്. ഇപ്പം നമ്മളെ നെട്ടറപ്പാലവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏരിയകളൊക്കെ ശാന്തമാണ് കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാരുകളൊക്കെ പയ്യെ വന്നു തുടങ്ങും. അമ്പലത്തിൽ പോയി വരുന്നവരെല്ലാവരും ഈ വഴിയാണ് പോകുന്നുണ്ടാവും. അപ്പം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി തുടങ്ങുവേ. പല്ല് വെച്ചിട്ടൊന്ന് മുഖം കഴുകാൻ വേണ്ടി വെള്ളത്തിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. തിരിച്ച് ഞാൻ എങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അത്ര തണുപ്പ്, കഴുകാനും പറ്റില്ല, കഴുകാതിരിക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ പിടിച്ച് കുട്ടൻ്റെ കായും കാലൊക്കെ പിടിച്ച് ഒരു കോച്ചി പിടിക്കുന്ന ഒരു സൈസ് തണുപ്പായിരുന്നു കേട്ടോ. എനിക്ക് കാലൊക്കെ ഒടിഞ്ഞു പോകുന്നൊരു ഫീലായിരുന്നേ. അങ്ങനെ വീട്ടിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചു മേമേനെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി സഹായിക്കലാണ്. ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു നൊസ്റ്റ് ഫീലാണ് കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പണികളൊക്കെ ഇപ്പോഴല്ലേ വാഷ് ബേസിനൊക്കെ വന്നത്. ആ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കണ്ട നെട്ടറപ്പാലായിരിക്കില്ല ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സന്ദർശകരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കാളന്തിയിലൊക്കെ പോയി കുറച്ച് നേരം അവിടെയും തിരക്കാണ്. ഇപ്പോൾ കുറച്ച് നേരം പിള്ളേരെയൊക്കെ കളിപ്പിച്ച്. ഇപ്പം വെള്ളം വളരെ കുറവാട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെള്ളമൊക്കെ, ആ കെട്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെള്ളമായിരുന്നു. ഇപ്പം അധികം വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കിടക്കാനൊക്കെ സുഖമുണ്ട് കേട്ടോ. ഇവർ ഗോപുരം കെട്ടാനുള്ള തയ്യാറെടുപ്പാണ്. കല്ലുകളൊക്കെ കൊണ്ട് ഭയങ്കര കളിയാട്ടോ. നല്ല ഉരുളം കല്ലുകളൊക്കെയാണ്. കല്ലുകൾക്ക് തന്നെ ഓരോരോ പല ഷേപ്പുകളാട്ടോ. നല്ല രസമുണ്ടാവും. മായക്കുട്ടൻ കിച്ചൂട്ടനെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാനുള്ള തന്ത്രപ്പാടിലാണ്. ലാസ്റ്റ് ഞാനും കൊച്ചും കൂടിയൊക്കെ ഇറങ്ങിയേ. ഞങ്ങൾക്കും കിടക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങളും പയ്യെ അപ്പുറേക്ക് ആദൂട്ടിനും കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഒക്കത്തുള്ളതുകൊണ്ട് എനിക്ക് കിടക്കാനൊക്കെ ഒരു പേടിയാണ്. അങ്ങനെ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ബ്രഹ്മഗിരി ഹിൽസിനോടും നെട്ടറപ്പാലത്തിനോടും മേമേനോടും ടാറ്റ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.